നമസ്കാരം, എന്തൊരു വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഞാൻ വന്നു നാട്ടിൽ നിന്ന് ഇന്നലെ രാത്രി എത്തി. അപ്പോൾ നാട്ടിൽ പോയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും അധികം ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ എന്താ പറയുക മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാരണം ഞാൻ പെട്ടെന്ന് തട്ടിക്കുട്ടി വീഡിയോ ഇട്ടതാണ്. പഴം ചിപ്സ് കാണാൻ മറക്കരുത്, പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എന്താ പറയുക റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മാമ്പഴപ്പുളിശ്ശേരിയുടെ വീഡിയോസിലും അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ മാമ്പഴപ്പുളിശ്ശേരിയുടെ കാര്യം പറയുമ്പോൾ മാമ്പഴം എങ്ങനെ പ്രിസർവ് ചെയ്ത് നമുക്ക് കൂടുതൽ സൂക്ഷിക്കാം എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് ചെയ്യേണ്ടേ, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ പറഞ്ഞുതരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ പോയപ്പോൾ മാമ്പഴം കിട്ടി, എനിക്ക് എന്തായാലും ദുബായിലോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾക്കും കൂടി ഒരു വീഡിയോ ആക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മള് ഫ്രഷ് ആയിട്ട് ചെയ്യുന്ന മാമ്പഴപ്പുളിശ്ശേരി, മാമ്പഴം ഫ്രഷ് ആയിട്ട് ഉരിഞ്ഞ അപ്പത്തിന് ഉണ്ടാക്കുന്ന മാമ്പഴപ്പുളിശ്ശേരിയുടെ ടേസ്റ്റ് കിട്ടില്ല. എങ്കിൽ പോലും ഈ പ്രവാസികളായ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് എപ്പോഴും ആ നല്ല മാമ്പഴത്തിന്റെ സീസൺ ടൈമിൽ നമ്മുടെ നാട്ടിൽ പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ കുറച്ച് മാമ്പഴം പ്രിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വിഷു, ഓണം പോലുള്ള നല്ല അവസരങ്ങളിലൊക്കെ മാമ്പഴപ്പുളിശ്ശേരി കൂട്ടി ഊണ് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതിനുശേഷം എൻ്റെ അടുത്ത് പറയാം. ഇപ്പം നാട്ടിലുള്ള അമ്മയോ ആരോടെങ്കിലും വിളിച്ച് പറയാം, ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വരുമ്പോഴേക്കും ഇതുപോലെ ചെയ്ത് വെക്കാം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചെയ്ത് വെച്ചോളും. അപ്പോൾ നാട്ടിൽ ലോങ് വെക്കേഷനിൽ പോകുമ്പോൾ അസലായിട്ട് മാമ്പഴപ്പുളിശ്ശേരി കൂട്ടിയിട്ട് ചോറുണ്ണാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അമ്മയുടെ അസുഖം എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, അമ്മയ്ക്ക് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓർമ്മക്കുറവാണ്. അപ്പം അമ്മ ഇടയ്ക്ക് ഓർമ്മയുള്ള സമയത്ത് ഇങ്ങനെ എന്നോട് ഫോൺ ചെയ്ത് പറയും, കാണണം എന്നൊക്കെ പറയുന്ന കാരണം ഒന്ന് പെട്ടെന്ന് പോയി വന്നതാണ്. ഒരു 3 ദിവസം എനിക്ക് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ജൂലൈയിൽ ഒരുപാട് ദിവസം നിൽക്കാന്നുള്ള സമാധാനത്തിലാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പം അമ്മയുടെ എന്താ പറയുക ആയുസ്സിനും ആരോഗ്യത്തിനൊക്കെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് മാമ്പഴം പ്രിസർവ് ചെയ്ത് വെക്കാം നോക്കിയിട്ട് വരാം. ഓക്കെ, ദേ നമ്മുടെ മാമ്പഴം, അതായത് നമ്മൾ ഇതിനെ ഞെക്കിക്കുടി എന്ന് പറയാം, ചിലർ ചന്ദ്രക്കാരെന്ന് പറയും. ഞാൻ ദുബായിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അപ്പം അതിന് മുമ്പായിട്ട് നന്നായി വേവിച്ചൊക്കെ വെക്കണം. വളരെ യൂസ്ഫുൾ ആണിത്. ഇപ്പോൾ ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഒരു 6 മാസം വരെ ഫ്രീസറിൽ വെക്കാൻ പറ്റും, യാതൊരു കേടുപാടുകളും ഇല്ലാതെ തന്നെ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേപോലത്തെ മാമ്പഴമാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതാണ് പെർഫെക്റ്റ് മാമ്പഴം നമ്മൾ പറയുക ഈ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പോൾ ചില സീസണിൽ വേറെ മാങ്ങയായിരിക്കും കിട്ടും, ഇതിനേക്കാളും വലിയ മാങ്ങയായിരിക്കും. അത് ഭയങ്കര ഏത് മാങ്ങയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല മധുരമാണിത്, ഒരുപാട് ഫൈബ്രസ് ആയിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു മാമ്പഴം കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ കൈകൊണ്ട് തന്നെ ചീയെടുത്താൽ മതി, കത്തിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തൊലി മാത്രം ഇങ്ങ് പോരും, മാംസം അതായത് ദശ അതിൽ നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള മാമ്പഴത്തിൻ്റെ തൊലി കളയേണ്ടത് കേട്ടോ. എന്താ സ്മെല്ലെന്നറിയോ, അടിപൊളി മണാണത്, ആസ്വദിക്കാൻ തന്നെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്, ഒന്ന് പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം. ഒന്നുമില്ലെങ്കിലും സാധാരണ ദശയുള്ള മാങ്ങയും ചിലർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ മാങ്ങ വെച്ച് ചെയ്യുന്ന മാമ്പഴപ്പുളിശ്ശേരിയുടെ ടേസ്റ്റ് ആ മാങ്ങ വെച്ച് ചെയ്താൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ 2 കിലോ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം, അതായത് മാമ്പഴത്തിന്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ, നല്ല മണം. എന്തേ മറ്റേ ജാക്കറ്റിയുടെ പോലെ ആവോ? ഏത് സിനിമയിലായിരുന്നത്? ആ അതന്നെ അതന്നെ. ഞാനൊരു മാങ്ങ കഴിച്ചാലോ, നിങ്ങൾക്ക് ഇങ്ങനെ വിഷമം തോന്നില്ല? വീണ ചേച്ചി എന്താ ഇത് ഉണ്ടാക്കി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന, ഒരു മാങ്ങ വീണ ചേച്ചി കഴിക്കണില്ലല്ലോ എന്നൊരു സങ്കടം ഇപ്പൊ തോന്നുന്നുണ്ടാവില്ലേ നിങ്ങളുടെ മനസ്സിൽ? അപ്പൊ സങ്കടം ഇപ്പൊ ഞാൻ തീർത്തരാം കേട്ടാ. അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടുക. അപ്പൊ മാക്സിമം അതിന്റെ ഉള്ളിലത്തെ ജ്യൂസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാല് ഇവിടെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ജസ്റ്റ് ഒന്നൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചപ്പി അങ്ങോട്ട് കുടിക്കുക. ചപ്പി കുടിക്കണ ഞാൻ കാണിക്കുന്നില്ല, അത് ശരിയാവൂല. എൻ്റെ അമ്മച്ചി പഴയ കാലം ഓർമ്മ വന്നു. കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്തോരം കഴിച്ചിട്ടില്ലാന്നറിയോ. ഇതുപോലെ ഇങ്ങനെ വരും. അപ്പം മുഴുവനും കഴിച്ചതിന് ശേഷം അതിലൊന്നും ഉണ്ടാവില്ല ബാക്കി. പറ്റുകയാണെങ്കിൽ എല്ലാവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ നാട്ടിൽ നിന്ന് വരുത്തിച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ 2 കിലോ മാങ്ങയും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ മാങ്ങ വേവിക്കണം. അതിന് വേണ്ടി ഞാനൊരു കടായിലേക്ക് എല്ലാ മാങ്ങ ഇട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള കാര്യങ്ങളും ആദ്യം തന്നെ തയ്യാറാക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എന്ന് പറഞ്ഞത് ഉണ്ടമുളകാണ് കേട്ടോ, നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മുളകില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചന്ത മുളക് എന്ന് പറയില്ല, നമ്മൾ നീളത്തിലുള്ള മുളകായാലും മതി. ഏത് മുളകായാലും അപ്പോൾ എരിവ് അനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. നല്ലൊരു സ്മെല്ലാണ് ഈ മുളകിന്. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് ഈ മുളകും നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ചേർക്കുമ്പോൾ. ഒരു 12 മുളക് എന്നുള്ളൊരു അളവിൽ. പിന്നെ മുളകിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ മുളക് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിൽ കുറച്ച് മുളക് ചേർത്തതിന് ശേഷം നമുക്കങ്ങ് കുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലൊരു 12 മുളക് ഞാൻ നന്നായി അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതിന് ശേഷം കൊണ്ടുവരാം. നമ്മുടെ പച്ചമുളക് ഇവിടെ അമ്മിയിൽ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ അമ്മിയില്ലെങ്കിൽ ഇപ്പം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താലും മതി, അതായത് മിക്സിയിൽ അരച്ചെടുത്താലും മതി. ഇപ്പോൾ അമ്മയുള്ളതുകൊണ്ട് അമ്മയിൽ അരച്ചു എന്ന് മാത്രം, ഞാൻ നാട്ടിലായതുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പച്ചമുളക് ഈ മാങ്ങയിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ തീയൊന്നും ഓൺ ചെയ്തിട്ടില്ല. എല്ലാം ശേഷം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കുക്ക് ചെയ്യാൻ തീ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിലും വരുത്താൻ. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് ഇത് കുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയൊക്കെ ചേർക്കുന്നത്. ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അധികമൊന്നും ചേർക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ 1 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണും ചേർത്ത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം, അതായത് 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ മാങ്ങയിലോട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും മിക്സ് ആവണം. പിന്നെ അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പോകണം കുറച്ച് കറിവേപ്പില. ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഇത്ര ഐറ്റംസ് മാത്രം ചേർത്താൽ മതി. തീ ഓൺ ചെയ്യാം. തീ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് ആദ്യം ഒരു 10 മിനിറ്റ് വേവിക്കുക. അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് അങ്ങ് വറ്റിച്ചെടുക്കുക കേട്ടോ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. മാമ്പഴം തന്നെ എന്താ പറയുക, കുക്കിംഗ് ടൈം തീരെ ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളൂ, താഴെ നിന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഇപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ഈ സമയത്ത്, അതായത് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നാട്ടിൽ വരാറില്ല. അപ്പോൾ ഈ സമയത്ത് വന്ന കാരണം ബൈ ലക്ക് എനിക്ക് കിട്ടി മാങ്ങ. അല്ലെങ്കിൽ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറയണത്, ഞാൻ ചെയ്യാൻ പോണ പോലെയാണ് ജാൻ്റെ അമ്മ ചെയ്ത് വെക്കാറ്. ഇതേപോലെ തന്നെ മാങ്ങ വേവിച്ച് വെച്ച് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ എന്നിട്ട് അമ്മ എനിക്ക് പാക്കറ്റ് ആരെങ്കിലും വരണമെങ്കിൽ കൊടുത്തുവിടും, അല്ലെങ്കിൽ അമ്മയോട് വെക്കുക. അപ്പം ജൂലൈയിൽ വരികയാണെങ്കിലും ഞങ്ങൾക്ക് സുഖമായിട്ട് എല്ലായ്പ്പോഴും മാമ്പഴപ്പുളിശ്ശേരി കഴിക്കാൻ പറ്റും. മാമ്പഴപ്പുളിശ്ശേരി ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരോ ഉള്ളതല്ലേ. 5 മിനിറ്റ് കുക്കായിട്ടുണ്ട്. 5 മിനിറ്റും കൂടെ നമുക്കിത് അടച്ചു വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മാമ്പഴം 10 മിനിറ്റോളം ഇത് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി തുറന്ന് വെച്ചിട്ട് ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് അങ്ങ് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും, എല്ലാം പാകത്തിനായിട്ടുണ്ടാവും. ഈ മാങ്ങയിൽ ഈ പച്ചമുളകും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. ഈ മാങ്ങയുടെ വെള്ളം ഒരു പകുതി ഭാഗം വറ്റിയിട്ടുണ്ട്. ഇനി പകുതി ഭാഗം കൂടെ വറ്റാനുണ്ട്. നന്നായി വറ്റണം, കാരണം നമ്മളിതിപ്പോൾ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാനുള്ളതല്ലേ, കവറിലാക്കി വെക്കേണ്ടതല്ലേ. വെള്ളത്തോടു കൂടി നമുക്ക് കവറിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ വറ്റതിന് ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷം കവറിലാക്കേണ്ടതാണ്. അപ്പം നമ്മുടെ മാങ്ങ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യണം ഞാൻ. അല്പം അതിൽ വെള്ളം ഉണ്ട്, അത് തണുക്കുമ്പോൾ അത് കംപ്ലീറ്റ് വറ്റിക്കോളും കേട്ടോ. ഓവറായിട്ട് ഇപ്പം തന്നെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഓവറായിട്ട് ഡ്രൈ ആവും. ലൈറ്റായിട്ട് ഒരു ഇച്ചിരി ഒരു നനവ് വേണം നമ്മുടെ മാങ്ങയിലുള്ളിൽ. അപ്പോൾ തണുക്കുമ്പോൾ നന്നായി വറ്റിയിട്ടുണ്ടാവും. അതിന് തണുത്തതിന് ശേഷം നമുക്ക് കവറിലാക്കാം. ഇതാ നമ്മുടെ മാങ്ങ നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സിപ്ലോ കവറിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു 6 7 അല്ലെങ്കിൽ 10 പീസ് വരെ ഒരു കവറിൽ കൊള്ളും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര കവർ വേണമെന്ന് ഡിസൈഡ് ചെയ്യാം. മാമ്പഴം ചൂടാറിയത് ഒരു സിപ്ലോ കവറിലാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിപ്ലോ കവറിൽ നിങ്ങളുണ്ടെങ്കിൽ എടുക്കുക, അതല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 10 എണ്ണം വീതം എടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ 45 മാമ്പഴം എന്ന് പറയുമ്പോൾ ഒരു 5 കവറിൽ നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ഇതേപോലെ എണ്ണീറ്റ് ഇടണം, എണ്ണീറ്റോ എണ്ണാതെയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. നമ്മളൊരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതേപോലത്തെ കുഞ്ഞുമാങ്ങ 10 എണ്ണെങ്കിലും വേണ്ടേ, എന്നാലല്ലേ എല്ലാവർക്കും നമുക്ക് കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ 10 എണ്ണം പറയുന്നത് കേട്ടോ. ചൂട് പോയിന്ന് പ്രത്യേകിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സിപ്ലോ കവറിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിലത്തെ എയർ കംപ്ലീറ്റ് കളയുക, അതിന് ശേഷം ലോക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് ഫ്രീസറിൽ എടുത്ത് വെക്കാം. അപ്പോൾ നാളെ ഞാനിപ്പോൾ പോകുമ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. അവിടെ എത്തിയതിന് ശേഷം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടാവും. അവിടെ ചെല്ലും 4 മണിക്കൂർ ഫ്ലൈറ്റ് ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവിടെ ചെന്ന് തിരിച്ച് ഫ്രീസറിൽ എടുത്ത് വയ്ക്കും. ആവശ്യമുള്ള സമയത്ത് ഓരോ കവർ പുറത്തേക്ക് എടുക്കും, ഡീഫ്രോസ്റ്റ് ചെയ്യും. എന്നിട്ട് മാമ്പഴപ്പുളിശ്ശേരി നമ്മൾ സാധാരണ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കും. മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കാണാത്തവർ കാണാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ ഞാൻ 4-5 കവറിലാക്കിയിട്ട് കംപ്ലീറ്റ് മാമ്പഴം ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ 5 കവറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴം ഞാൻ സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ
വെച്ച് ശരിക്കും ഫ്രീസ് ആയിട്ടുണ്ട്. ഇപ്പൊ പുറത്ത് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഫ്രീസറിൽ നിന്ന് നമ്മുടെ മാങ്ങയോ ചക്കയോ എന്താണെന്ന് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഫ്രീസർ ബാഗിലാണ് വെക്കാൻ പോകുന്നത്. ഇതേപോലെ ഫ്രീസർ ബാഗ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് ഇത് വലിയ ടൈപ്പ് ബാഗാണ് കേട്ടോ. വലിയ സൈസാണ്. അപ്പോൾ ഒരുപാട് കൂടുതൽ എമൗണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം ഇതിന്റെ ചെറിയ സൈസ് ഉണ്ട്, മീഡിയം സൈസ് ഉണ്ട്. അപ്പോൾ ജാൻ്റെ അമ്മയൊക്കെ എപ്പോഴും എവിടെയെങ്കിലും പുറത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് ഈവൻ നമ്മുടെ പെരിഞ്ഞനത്ത് നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോഴും ഫുഡൊക്കെ കൊണ്ടുപോകുന്നത് ഇതുപോലത്തെ ഫ്രീസർ ബാഗിലാണ്. അപ്പോൾ പല സൈസിൽ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇത് അമ്മയ്ക്ക് തന്നിട്ടുള്ള ബാഗാണിത്. അപ്പോൾ ഫ്രീസർ ബാഗിലോട്ട് ഈ ഫ്രീസ് ആയിരിക്കുന്ന മാങ്ങയുടെ കവേഴ്സ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പൊ മീഡിയം സൈസ് ബാഗ് ആണെങ്കിൽ നമ്മുടെ പെട്ടിയിൽ തന്നെ ഇത് വെക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് തന്നെ ചുമ്മാ നമുക്ക് ലഗേജിൽ ഇടാം. ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്തിട്ട് അവിടെ എയർപോർട്ടിൽ റാപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാഗ് റാപ്പ് ചെയ്തിട്ട് വെറുതെ ജസ്റ്റ് ലഗേജിൽ ഇടുക ചെയ്തത്. അപ്പൊ തിരിച്ചു വന്നപ്പോഴേക്കിനും ലൈറ്റ് ആയിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ കേടൊന്നും ആയിട്ടില്ല. വന്ന ഉടനെ തന്നെ ഫ്രീസറിൽ ഇതങ്ങ് എടുത്ത് മാറ്റി വെക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇപ്പൊ എത്ര മാമ്പഴം വേണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഒരു 10 പീസായിട്ടാണ് നമ്മൾ മാമ്പഴം ഒരു കവറിലാക്കിയിരിക്കുന്നത്. അപ്പം ഒരു കവർ നിങ്ങൾക്ക് എത്ര മാമ്പഴം വേണോ അത്രയും കവർ. ഇപ്പൊ 20 എണ്ണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 കവർ മാമ്പഴം എടുക്കുക. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ രാവിലെ ആണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അതായത് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുക. അപ്പോഴേക്കും ഈ ഐസൊക്കെ അത്യാവശ്യം മെൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന പ്രൊസീജിയർ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അത് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ മാംഗോ എങ്ങനെയാണ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പക്ഷെ ഒരെണ്ണം കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുളിശ്ശേരി കൊണ്ടുപോകാനാണ് കേട്ടോ. 2 കിലോ വാങ്ങിച്ചു. 2 കിലോ മതിയോന്നുള്ളതാണ്. ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 കിലോ ഉണ്ടായിരുന്നു. അത്രയും ഒരെണ്ണം കാണിച്ച് പൊട്ടിച്ചോക്കെ കൂർക്ക എടുത്തു. 2 കിലോ എടുത്തു. നല്ല വലുത് നോക്കി എടുക്കട്ടെ. നല്ല നോക്കി എടുക്കട്ടെ. വലിപ്പം നോക്കി കൊടുക്കാം. വേറെ കടി അടിച്ചേ അടിപൊളി. കറക്റ്റ് അല്ലേ? 2 കിലോ മതിയാ.